വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായ കോട്ടയം സ്വദേശിനിയായ റോസമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത് 5 പേർക്ക് പുതുജന്മം നൽകിയാണ്. കോട്ടയം പാലാ സ്വദേശിനിയായ 66-കാരി റോസമ്മ ഉലഹന്നാന്റെ 2 വൃക്കകളും കരളും 2 നേത്രപടലവുമാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും മറ്റൊരു വൃക്ക അമൃത ആശുപത്രിയിലേക്കും കരൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്കും 2 നേത്രപടലങ്ങൾ കോട്ടയം ചൈതന്യ കണ്ണാശുപത്രിയിലേക്കുമാണ് നൽകിയത്. അപകടത്തിൽ പരിക്കേറ്റ റോസമ്മ ചികിത്സയിൽ ഇരിക്കെയാണ് മരിക്കുന്നത്. തുടർന്ന് ബന്ധുക്കളാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനമെടുത്തത്. കഴിഞ്ഞ നവംബർ 5-ാം തീയതി രാത്രി 10:30-യോടെയാണ് അപകടമുണ്ടായത്. കടയിലെ ജോലി കഴിഞ്ഞ് ഭർത്താവ് ഉലഹന്നാൻ ജോസിനോടൊപ്പം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാലാ സിവിൽ സ്റ്റേഷന് സമീപം സാധനങ്ങൾ വാങ്ങാനായി ഉലഹന്നാൻ ഓട്ടോറിക്ഷ നിർത്തിയ സമയത്ത് ഓട്ടോയുടെ പിന്നിൽ കാർ ഇടിക്കുകയായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് റോസമ്മ ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റോസമ്മയെ ഉടൻ തന്നെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കാരിത്താസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ നവംബർ 11-ാം തീയതിയോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം അറിയിക്കുകയായിരുന്നു. അതേസമയം വാഹനാപകടമുണ്ടാക്കിയ കാർ ഉടമയായ ജോർജ് കുട്ടി ഇപ്പോൾ ഒളിവിലാണ്. മറ്റൊരാളെ കാറുടമയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി രക്ഷപ്പെടാനും ഇയാൾ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇത് കയ്യോടെ പൊക്കിയ പോലീസ് നിലവിൽ പ്രതിക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്.